ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോഴത്തെ ട്രെൻഡി കേക്കായിട്ടുള്ള പുൾമി അപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. പേര് കേൾക്കുമ്പോൾ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ. ഈ ഒരു കേക്ക് സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടൊരു സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പ് കേക്കും ഉപയോഗിക്കാം. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരക്കപ്പ് അളവിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിത് അരിച്ചെടുക്കാനുള്ള അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി നമ്മളിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഞാൻ 1/2 കപ്പ് അളവ് എടുത്തിട്ടില്ല കേട്ടോ. 1/2 കപ്പിന് 1 ടേബിൾ സ്പൂണിൻ്റെ കുറവുണ്ട്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് അളവായിരിക്കും. മുട്ടയും പഞ്ചസാരയും ഒക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. നമ്മൾ മുട്ട ഒന്നും പൊങ്ങി വന്നത് താഴ്ന്നു പോവാതെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏറ്റവും ചെറിയ കേക്കാണ് നമുക്ക് കൂടുതൽ നല്ലത് ഈ ഒരു കേക്കിന്. അപ്പോൾ വലിയ കേക്കൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടി വരും, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ചെറിയ ടിന്നിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ കട്ട് ചെയ്യുന്നൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബട്ടർസ്കോച്ച് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് സമയം വേണം കേട്ടോ ഇതൊന്ന് കാരമലായി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം 1/2 കപ്പോളം പഞ്ചസാരയില്ലേ, അപ്പോൾ കുറച്ച് സമയം പിടിക്കും. സാവധാനം വേണം നമ്മളിത് ഉരുക്കിയെടുക്കാൻ. ഇപ്പോൾ പഞ്ചസാര ഇവിടെ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര ഇവിടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് സോസിന് ചെറുതായിട്ടൊരു കയ്പ്പ് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. തീ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ മാറിയിട്ട് കയ്പ്പ് രസം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി ഇതുപോലെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തീയിൽ നിന്ന് ഇതുപോലെ കുറച്ചൊന്ന് മാറ്റി പിടിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പഞ്ചസാര ഓവറായിട്ട് കരിഞ്ഞു പോവില്ല. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് തിക്നെസ്സൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ തിക്നെസ്സൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് എത്രയാണോ ഫ്രഷ് ക്രീം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ അതൊരു 2 ടീസ്പൂൺ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമുക്ക് സോസ് വേണ്ടത്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും.
അപ്പോൾ കേക്ക് ബേക്ക് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഞാനിതുപോലെ 3 പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി വേണമെങ്കിൽ വട്ടം കട്ട് ചെയ്തിട്ട് ചെറുതാക്കി എടുക്കാം കേട്ടോ കേക്കിനെ. അതുപോലെ തന്നെ കൂടുതൽ ലെയർ ഉണ്ടായാലും നല്ലതാണ്, ഹൈറ്റ് കിട്ടും. ഇനി നമുക്കിതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുക്കാം. ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളർ ചേർത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് ബട്ടർസ്കോച്ച് സോസ് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രീമിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കി എടുത്തതിന് ശേഷം ക്രീമും ബട്ടർസ്കോച്ചിൻ്റെ സോസും ഒക്കെ സ്പ്രെഡ് ചെയ്ത് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ട് അതിനെയും ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് വെറ്റാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും ആവശ്യത്തിന് ക്രീമാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പൈപ്പിംഗ് നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4-5 ലെയറിലൊക്കെ നമുക്ക് ഈ കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈറ്റ് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് കേക്കിന് കൂടുതലൊരു ഭംഗി കിട്ടുക. ഇനി നമുക്ക് ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ ഇതുപോലുള്ള ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പേപ്പർ മുമ്പ് കാണിച്ചതാണ്, നമ്മൾ ചോക്ലേറ്റ് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന ഒരു പേപ്പറാണിത്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് നമ്മൾ കേക്കിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വട്ടത്തിലുള്ള കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കേക്ക് കട്ട് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ടും ഈ ഒരു കേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 2 ഷീറ്റും കൂടെ ഒട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് 2 ഷീറ്റ്, ഇതിപ്പോൾ A4 ഷീറ്റിൻ്റെ ആ ഒരു വലുപ്പത്തിലുള്ള ഷീറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിന് പാകത്തിൽ നമുക്കിത് കിട്ടില്ല. അപ്പോൾ ഒരു ഷീറ്റും കൊണ്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ കേക്കിനെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 2 ഷീറ്റും കൂടെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതാ 2 ഷീറ്റും കൂടെ ഒന്നിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ കേക്കൊക്കെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ ഷീറ്റ് ഒട്ടിച്ചിട്ട് പിന്നെ നമുക്ക് കേക്കിൽ ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി കേക്കിൻ്റെ ചുറ്റും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചത് കാരണം ഇപ്പോൾ ഗ്ലാസ് പേപ്പറിലൊക്കെ അതിൻ്റെ ഒരു ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് കേക്കിൻ്റെ ലെയേഴ്സൊന്നും കാണുന്നില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വലിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ബട്ടർസ്കോച്ച് സോസിന് പകരം വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷയോ അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷയോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ പുൾമി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു സോസിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ബട്ടർസ്കോച്ച് സോസും കൂടി ആകുമ്പോൾ കൂടുതലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്